ഞാനിപ്പോ ഈ വാതുക്കപ്പടിയിൽ രണ്ടുപേരോട്ടോ കാത്തു നിൽക്കുന്നത്. ഞാനൊന്ന് വീട് വരെയും പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉമ്മയും വാപ്പയും കൂടി തിരിച്ച് എന്നെ വീട്ടിലാക്കി തന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ അവര് എനിക്കൊന്നും വാങ്ങിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഇവിടെ എന്നെ ആക്കി തന്നിട്ട് വീണ്ടും പോയേക്കാട്ടോ. അപ്പൊ അവരെയും കാത്ത് ഞാനിങ്ങനെ നിൽക്കുകയാണ്. അവരിപ്പോ വരാനുള്ള ടൈം ആയിട്ടുണ്ടാവും. അപ്പൊ ഞാനിതാ കാത്തിരുന്നിട്ട് അവരെന്തായാലും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വാപ്പയും ഉമ്മയും കൂടി വന്നിട്ടുണ്ടായിരുന്നേ. കുറച്ച് പച്ചക്കറികളും പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ചിപ്സ് പിന്നെ ഒരു ലഡുവും കൂടി ഞാൻ വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ത് പറഞ്ഞാലും അത് പറ്റില്ല എന്ന് എന്തായാലും വാപ്പ പറയാറില്ല കേട്ടോ. അങ്ങനെ ഇതാ പച്ചക്കറികളൊക്കെ ഞാൻ കയ്യോടെ വാങ്ങിച്ചിട്ടുണ്ടേ. പരിപ്പ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടാട്ടോ ഞാൻ ആ മുറ്റത്തോയിരുന്നത് ഇവരൊക്കെ നോക്കിയിട്ട്. അങ്ങനെ ഇതാ എല്ലാം കൊണ്ട് അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല മധുരമുള്ള ചിപ്സും കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് വാപ്പാക്ക് അറിയാം. ഇവിടെ എനിക്കും ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ചിപ്സ്. അപ്പൊ അതൊക്കെ വാങ്ങിച്ചു തന്നിട്ട് അവര് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോഴാട്ടോ ഞാൻ എന്റെ മുടി ശ്രദ്ധിച്ചത്. ഞാനിങ്ങനെ 3 പുഷ് ഇട്ടിട്ട് ഇങ്ങനെ മുടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ദാ ചിപ്സ് ഒക്കെ ഞാൻ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ലഡുവും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ലഡു കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. അപ്പൊ ആ ലഡുവും കൂടി എനിക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു പൊതിയിൽ വാപ്പ എനിക്ക് കൈ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പരിപ്പ് അവിടെ വേകുമ്പോഴത്തേക്കും ഞാനൊരു ലഡു എടുത്ത് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പച്ചക്കറികളൊക്കെ വേഗം അങ്ങോട്ട് കട്ട് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ തന്നെ പരിപ്പ് ഏകദേശം വെന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് ഓഫ് ചെയ്തിട്ട് പച്ചക്കറികളൊക്കെ അരിയാന്ന് വിചാരിച്ചു. പച്ചക്കറി എന്ന് പറയാൻ വേണ്ടിയിട്ട് വലുതായിട്ടൊന്നുമില്ല. വെണ്ടക്ക, തക്കാളി, വൈതളങ്ങ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇന്നൊരു തട്ടിക്കൂട്ട് സാമ്പാറാണ്. കാരണം ഒരുപാട് പച്ചക്കറികളൊന്നും ഇട്ടിട്ട് കാര്യമില്ല. ഇവിടെ ഞാൻ മാത്രം പച്ചക്കറികൾ കൂട്ടാറുള്ളൂ കേട്ടോ സാമ്പാറിൽ ഇട്ടത്. അപ്പൊ ഞാൻ മാത്രമായതുകൊണ്ട് അധികം പച്ചക്കറിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ പച്ചക്കറി എല്ലാം അരിഞ്ഞതിന് ശേഷം ഞാനിതാ പുളിവെള്ളവും കൂടെ പീനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. പരിപ്പ് വന്നപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് തട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ടെടുക്കുന്നുണ്ട്. സാധാരണ എല്ലാവരും സാമ്പാർ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഞാനും ഉണ്ടാക്കുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും എനിക്ക് പൊതുവേ ഇടുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും ഇടാറില്ല കേട്ടോ. അപ്പൊ ഉമ്മ പറഞ്ഞ രീതിയിലാണ് ഞാനിപ്പോ വെക്കുന്നത്. ഉമ്മ പറഞ്ഞതിൽ കുറച്ചും കൂടി മാറ്റുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക് ഈ വക സാധനങ്ങളൊന്നും എനിക്ക് കടിക്കുന്നത് തീരെ ഇഷ്ടമല്ല. അപ്പൊ എനിക്ക് സിമ്പിൾ സാമ്പാറാണ് ഇഷ്ടം. അങ്ങനെ ദാ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഒരു ദേഷ്യം ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ പപ്പടം കാച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പപ്പടം ഇല്ലാത്ത എന്ത് സാമ്പാറും ചോറും അല്ലേ. എനിക്ക് എന്തിന്റെ കൂടെ കിട്ടിയില്ലെങ്കിലും പപ്പടം സാമ്പാറിന്റെ കൂടെ മസ്റ്റാണ് കേട്ടോ. അപ്പൊ നല്ല പൊന്തി വന്നിട്ടുണ്ട് പപ്പടം. നല്ല അടിപൊളി പപ്പടം ആയിരുന്നു കേട്ടോ. സാമ്പാറൊക്കെ ഒരു കഷ്ണങ്ങൾ വെന്തതിനിപ്പോൾ ഞാൻ ആ കുക്കർ ഇറക്കി വെച്ചിട്ട് പിന്നെ വെണ്ടക്ക ഒന്ന് വാട്ടാന്ന് വിചാരിച്ചു കേട്ടോ. ചിലവർ വെണ്ടക്ക ആ കുക്കറിൽ തന്നെ ഇടാറുണ്ട്. പക്ഷെ വെണ്ടക്ക ആ കുക്കറിൽ തന്നെ ഇട്ടതിന് ഭയങ്കരമായിട്ട് വെന്ത ലീസായി പോകും കേട്ടോ. അപ്പൊ ഞാനതെല്ലാം വാട്ടി വെച്ചതിന് ശേഷം എന്താ കുക്കർ തുറന്നിട്ട് ആ പുളിവെള്ളവും കൂടി പീഞ്ഞ് ഒഴിക്കുന്നുണ്ട്. പിന്നെ ആ വെണ്ടക്ക വാട്ടി വെച്ചത് അതോ ഇവിടെ തട്ടിക്കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കടുക് പൊട്ടിക്കണം. പിന്നെ സാമ്പാർ പൊടി ഒന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ കടുകും വേപ്പിലയും പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സാമ്പാർ പൊടി ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ചൂടാക്കിയിട്ട് അതിനെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതിങ്ങനെ ചൂടായി വരുമ്പോൾ ഒരു മണം ഉണ്ട് എൻ്റെ പൊന്നേ, നല്ലൊരു മണം കേട്ടാ. അപ്പൊ അങ്ങനത്തെ അതെല്ലാം ചൂടാക്കിയതിന് ശേഷം ഞാനിത് അതിലോട്ട് തട്ടിക്കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അയിനൂസ് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ സാമ്പാർ കുറച്ച് പൊടി കട്ടായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു